ഓൾറൈറ്റ്, റീഫർബിഷ്ഡ് ഫോൺസ്. നമ്മളിപ്പോൾ കുറച്ചധികം ഓൺലൈൻ ഇ-കോം ബ്രാൻഡ്സ്, അതായത് സ്റ്റോഴ്സിൽ കൂടെയൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഒരു റീഫർബിഷ്ഡ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാൻ പറ്റും. സേ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഫോൺ എക്സ് എന്ന് പറഞ്ഞൊരു ഫോൺ ഉണ്ട്, ആൻഡ് ആ ഫോണിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50,000 റുപ്പീസാണ്. ആൻഡ് നമ്മളിപ്പോൾ ഈ ഒരു റീഫർബിഷ്ഡ് സ്റ്റോറിൽ പോയിട്ടുണ്ടെങ്കിൽ ആ സെയിം ഫോൺ നമുക്ക് ചിലപ്പോൾ 40Kക്കോ അല്ലെങ്കിൽ 35Kക്കോ അല്ലെങ്കിൽ 45K അങ്ങനത്തെ പറഞ്ഞൊരു ഡിസ്കൗണ്ട് റേറ്റിലായിരിക്കും നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഫോൺ കിട്ടുന്നത്. അപ്പോൾ വാട്ട് എക്സാക്ട്ലി ഈസ് റീഫർബിഷ്ഡ് ഫോൺസ്? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്താണ് റീഫർബിഷ്ഡ് ഫോൺസ്, എങ്ങനെയാണ് ഈ റീഫർബിഷ്ഡ് ഫോൺസ് ഇത്ര ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുന്നത്, ആൻഡ് ബിഹൈൻഡ് ദ സീൻസ് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഈ വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സമയം വേസ്റ്റ് ആക്കണ്ട, ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻ. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് എന്താണ് റീഫർബിഷ്ഡ് ഫോൺസ് എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകും. സേ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു പുതിയൊരു ഫോൺ വാങ്ങി, ആൻഡ് ആ ഒരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെടുത്ത് അൺബോക്സ് ചെയ്തു ഉപയോഗിക്കാൻ നോക്കുമ്പോഴേക്കാണ് ഡിസ്പ്ലേ വർക്ക് ആവുന്നില്ല, അല്ലെങ്കിൽ സ്പീക്കർ വർക്ക് ആവുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പാർട്ട് വർക്ക് ആവുന്നില്ല, ഫിംഗർ പ്രിന്റ് സെൻസർ വർക്ക് ആവുന്നില്ല, ഫ്രണ്ട് ക്യാമറ വർക്ക് ആവുന്നില്ല, അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ആമസോണിൽ നിന്നാണ് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങി നമ്മൾ റിട്ടേൺ റിക്വസ്റ്റ് പ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു റിട്ടേൺ റിക്വസ്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഫോൺ അവർ എടുത്തുകൊണ്ട് പോകും, നമുക്കൊരു പുതിയ യൂണിറ്റ് തരും. അപ്പോൾ ഈ പഴയ യൂണിറ്റ് എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? ഇവർ നമ്മളുടെ ഇരുന്ന് ഡിസ്പ്ലേ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പീസ് എടുത്തുകൊണ്ട് നേരെ കമ്പനിയിലേക്ക് തന്നെയാണ് ചെല്ലുക. ആൻഡ് ഈ കമ്പനി അത് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫിംഗർ പ്രിന്റ് സെൻസർ ആയിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ആ കമ്പനി തന്നെ അതിൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസർ റീപ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പോൾ ഡിസ്പ്ലേ ആണ് പ്രശ്നം ഡിസ്പ്ലേ മാറ്റും, സ്പീക്കറാണെങ്കിൽ സ്പീക്കർ മാറ്റും. ആൻഡ് എന്താണോ ആ ഫോൺ ഉണ്ടായിരുന്ന പ്രശ്നം അത് നമ്മൾ സോൾവ് ചെയ്ത്, അതായത് കമ്പനി സോൾവ് ചെയ്തതിന് ശേഷം അത് പിന്നെയും ബോക്സ് ചെയ്തിട്ട് റീഫർബിഷ് എന്ന് പറഞ്ഞ ലേബലും ടാഗൊക്കെ ആക്കിയിട്ട് ഒരു 10% 15% ഒരു ഡിസ്കൗണ്ട് ആയിട്ടായിരിക്കും ഈ റീഫർബിഷ്ഡ് പ്രോഡക്ട്സ് ഈ കമ്പനിക്കാർ തന്നെ സെല്ല് ചെയ്യുക. ആൻഡ് ഈ കമ്പനിക്കാർ തന്നെ അത് ആ പെർട്ടിക്കുലർ സ്മാർട്ട് ഫോൺ ബ്രാൻഡ് തന്നെ ഇത് റീഫർബിഷ്ഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ അതിന് നമ്മുടെ വാറണ്ടി ഉണ്ടാകും, അതെല്ലാം സർവീസും കിട്ടും, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരിക്കും. ആൻഡ് ഇതാണ് ബേസിക്കലി റീഫർബിഷ്ഡ് ഫോൺസ് അല്ലെങ്കിൽ ഡിവൈസസ് എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ റീഫർബിഷ്ഡ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ റീഫർബിഷ്ഡ് സ്മാർട്ട് ഫോൺസ് നോക്കുകയാണെങ്കിൽ മെയിൻലി 2 കാറ്റഗറിയിലേക്ക് നമുക്ക് തിരിക്കാൻ പറ്റും. ഒന്നത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ഉള്ളത്, അതായത് ബ്രാൻഡ് തന്നെ ആ ഫോൺ എടുത്തുകൊണ്ട് പോയിട്ട് എന്താണോ പ്രശ്നം അത് സോൾവ് ചെയ്തിട്ട് പിന്നെ ബോക്സ് ചെയ്തിട്ട് റീഫർബിഷ്ഡ് എന്ന് പറഞ്ഞ ലേബലും ടാഗിലും തന്നെ അത് സെല്ല് ചെയ്യുന്നതിനാണ് ബ്രാൻഡ് ഓതറൈസ്ഡ് അല്ലെങ്കിൽ മാനുഫാക്ചർ തന്നെ അത് ഒരു റീഫർബിഷ്ഡ് ഫോണായിട്ട് സെല്ല് ചെയ്യുന്നത്. അത് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടാം, അല്ലെങ്കിൽ ആമസോൺ പോലത്തെ അങ്ങനത്തെ ഓരോ സ്റ്റോറിൻ്റെ അത് നമുക്കിത് വാങ്ങാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഉള്ള വേറൊരു കാറ്റഗറി ഓഫ് റീഫർബിഷ്ഡ് പ്രോഡക്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടി കമ്പനീസ് എടുത്തിട്ട് ഒരു ഫോൺ എടുത്തിട്ട് റീഫർബിഷ് ചെയ്ത് സെല്ല് ചെയ്യുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കാഷിഫൈ പോലത്തെ ഉള്ള വെബ്സൈറ്റ് ഒക്കെ ഇതിന് പ്രൈം എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇത് നമുക്ക് എക്സാമ്പിൾ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ സേ നമ്മളൊരു പുതിയ ഫോൺ വാങ്ങാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ കൂടി പോകുന്ന സമയത്താണ് നമ്മൾ കണ്ടത് നമ്മുടെ പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് 9,000 അല്ലെങ്കിൽ 10,000 രൂപ നമുക്ക് ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കിട്ടുന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ എക്സ്ചേഞ്ച് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഫോൺ ബേസിക്കലി ആൾക്കാർക്ക് കൊടുത്തു വിടുന്നു. അപ്പോൾ അത്രയും ഡിസ്കൗണ്ടഡ് പ്രൈസിലായിരിക്കും നമുക്ക് പുതിയ ഫോൺ കിട്ടുക. അപ്പോൾ ഇവിടെ ഈ എക്സ്ചേഞ്ച് നമ്മൾ കൊടുത്ത ഫോൺ ബേസിക്കലി എന്താ ചെയ്തെന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ട് അത് എടുക്കുന്നു. ആൻഡ് എന്താണ് മൈനർ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും, മേ ബി ക്യാമറ വർക്ക് ആവുന്നില്ല, അല്ലെങ്കിൽ ബാറ്ററി കുറേ പഴയതായിരിക്കും, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ തേർഡ് പാർട്ടി കമ്പനി എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിപ്പോൾ ഫ്ലിപ്കാർട്ട് ആവണമെന്നില്ല, ഫ്ലിപ്കാർട്ടിന് തേർഡ് പാർട്ടി വെണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആൻഡ് അവർക്കത് കൊടുക്കും. ആൻഡ് അവർ ബേസിക്കലി ആ ഫോൺ എന്താണോ പ്രശ്നം അത് സോൾവ് ചെയ്യും. സേ ഫോർ എക്സാമ്പിൾ ബാറ്ററി കുറേ നാളായിട്ട് ഡെഡ് ആയിരുന്നു, അല്ലെങ്കിൽ ആ ബാറ്ററി റീപ്ലേസ് ചെയ്യും, ക്യാമറയ്ക്ക് പ്രശ്നമുണ്ടെങ്കിൽ ക്യാമറ റീപ്ലേസ് ചെയ്യും, ഇനിയിപ്പോൾ ബാക്ക് പാനൽ പൊട്ടിയതാണെങ്കിൽ ബാക്ക് പാനൽ റീപ്ലേസ് ചെയ്യും. അങ്ങനെ ബേസിക്കലി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവർ അവരുടെ സ്റ്റോറിൽ കൂടെ തന്നെ ഈ ആ ഒരു റീഫർബിഷ്ഡ് പ്രോഡക്റ്റ് സെല്ല് ചെയ്യും. അപ്പോൾ കാഷിഫൈ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഇതിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ ആണ്. അപ്പോൾ അവിടെ നമുക്ക് കുറേ ആപ്പിൾ ആയിക്കോട്ടെ, സാംസങ് ആയിക്കോട്ടെ, ഷവമി, റെഡ്മി കുറേ ബ്രാൻഡ്സിൻ്റെ ഫോൺസ് നമുക്ക് അവിടെ കാഷിഫൈ വെബ്സൈറ്റിൽ കാണാൻ പറ്റും. ആൻഡ് അവർ തന്നെ റീഫർബിഷ് ചെയ്ത് സെല്ല് ചെയ്യുന്ന പ്രോഡക്ട്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ബ്രാൻഡ് റീഫർബിഷ് ചെയ്തിട്ട് സെല്ല് ചെയ്യുമ്പോൾ പ്രോഡക്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഫീഷ്യൽ മാനുഫാക്ചർ സെല്ല് ചെയ്യുമ്പോൾ നമുക്കൊരു 15-20% അല്ലെങ്കിൽ മാക്സിമം 10-15% ആയിരിക്കും നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുക. പക്ഷേ കാഷിഫൈ പോലത്തെ വെബ്സൈറ്റ് ഒക്കെ സെല്ല് ചെയ്യുമ്പോൾ വെച്ചാൽ നമുക്ക് 30-40% ഡിസ്കൗണ്ടിലാക്കി ഈ റീഫർബിഷ്ഡ് പ്രോഡക്ട്സ് കിട്ടുക. അപ്പോൾ ബേസിക്കലി ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് അതിൻ്റെ പ്രശ്നം എന്താണ് അത് സോൾവ് ചെയ്തിട്ട് അത് ഫിക്സ് ചെയ്തിട്ട് ബോക്സ് ചെയ്ത് പിന്നെയും സെല്ല് ചെയ്യുന്നതിനാണ് നമ്മൾ ബേസിക്കലി റീഫർബിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ ബ്രാൻഡും ചെയ്യുന്നുണ്ട്, അതേപോലെ തേർഡ് പാർട്ടി സർവീസ് പ്രൊവൈഡേഴ്സും ഈ ഒരു പർട്ടിക്കുലർ റീഫർബിഷ്ഡ് പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്ക് അതിൻ്റെ ആ ഒരു ഫോണിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ഡിസ്കൗണ്ടിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വരും. ആൻഡ് നിങ്ങൾ ഒബ്വിയസ്ലി ഇപ്പോൾ ഒരു റീഫർബിഷ്ഡ് ഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി നിങ്ങൾ ആ ഒരു ഒഫീഷ്യൽ മാനുഫാക്ചറിൻ്റെ അടുത്ത് തന്നെ ആ ഒരു ഫോൺ വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. മേ ബി റേറ്റ്സ് ഒക്കെ നമ്മുടെ തേർഡ് പാർട്ടി പ്രൊവൈഡേഴ്സിനെക്കാട്ടും കൂടുതലായിരിക്കും, പക്ഷേ ഒഫീഷ്യലായിട്ടൊരു ബ്രാൻഡിൻ്റെ തന്നെ വാറണ്ടിയും കാര്യങ്ങളും സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഫോണിന് കിട്ടുന്നതായിരിക്കും. ഇനി ഇപ്പോൾ ആപ്പിൾ ഐഫോൺസിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇപ്പോൾ മോഡൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന സീരിയൽ നമ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ എഫ് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അതൊരു റീഫർബിഷ്ഡ് പ്രോഡക്റ്റ് എന്നാണ്. അതായത് ആപ്പിൾ ആ ഫോൺ തിരിച്ചെടുത്തിട്ട് അവർ തന്നെ ഫിക്സ് ചെയ്തിട്ട് അവർ തന്നെ സെല്ല് ചെയ്യുന്നതിനാണ് ഒരു എഫ് എന്ന് പറഞ്ഞ സീരീസിലേക്ക് ആ നമ്പർ സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ ഇപ്പോൾ വേറെ ഏത് മാനുഫാക്ചറിൻ്റെ നിങ്ങളൊരു ഫോൺ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ലേബലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാകും, അത് ഇൻഡിക്കേറ്റ് ചെയ്യും അത് റീഫർബിഷ്ഡ് പ്രോഡക്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ ബേസിക്കലി ഇതാണ് റീഫർബിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് മീൻ ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ഫോൺ വാങ്ങാനുണ്ട്, നിങ്ങൾക്ക് അധികം ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ബ്രാൻഡിൻ്റെ അടുത്ത് അതായത് മാനുഫാക്ചറിൻ്റെ ഒഫീഷ്യലി റീഫർബിഷ്ഡ് പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 10-20% നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ബേസിക്കലി റീഫർബിഷ്ഡ് പ്രോഡക്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഫ് യെസ്, മേക്ക് ഷുർ ടു സബ്സ്ക്രൈബ് ആൻഡ് ഐ വിൽ സീ യു ഇൻ ദി നെക്സ്റ്റ് വൺ.